ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ഞങ്ങളുടെ കൊച്ചിയിലത്തെ പുതിയ ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങളാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലാണ്. ഈ ഒരു വീടിൻ്റെ പ്രത്യേകത, ഇവിടെ 2 മെയിൻ ഗേറ്റുകളാണുള്ളത്. കോർണറിലായതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു ഗേറ്റ് വെച്ചിട്ടുള്ളത്. പിന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ ഈ 3 സൈഡും ഈ ഒരു സൈഡ് 3 ഫ്ലാറ്റുകളുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും 3 ഫ്ലാറ്റുകളാണ് ഉള്ളത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇതാ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കാണുന്നത്. ഇത് കാർ പാർക്കാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മൊത്തം നല്ല പച്ചപ്പ് നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. ഇങ്ങനെ കണ്ടില്ലേ, ഈ ഒരു ചെറിയ ടൈപ്പ് പനയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. മൊത്തത്തിൽ ഈ ഒരു പനയാണ് കേട്ടോ. അതുപോലെ ഇവിടെ വെള്ളാരങ്കല്ല് പതിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ വെയിലില്ല, നമുക്ക് കണ്ണിന് നല്ല കുളിർമ നൽകുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഓണറും അതുപോലെ തന്നെ നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ നിവിക്കുട്ടന് കളിക്കാനും നല്ല സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ റൂമിലേക്ക് കയറാനുള്ള വഴിയുള്ളത്. അപ്പോൾ ഇവിടെ ബയോമെട്രിക് സിസ്റ്റം ആണുള്ളത് കേട്ടോ. നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് വെച്ച് കഴിഞ്ഞാലാണ് നമുക്കത് ഉള്ളിലേക്ക് കയറാൻ പറ്റുക. അതുപോലെ തന്നെ അവിടുന്ന് ആരെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളിൽ സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഫിംഗർ പ്രിൻറ്റ് വെച്ചിട്ടുള്ളത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 വേസ് ഉണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാം, നമ്മുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഒന്ന് സ്റ്റെയർ കേസ് വഴി പോവാം, അതുപോലെ ഒന്ന് ലിഫ്റ്റ് വഴിയും പോവാം. അപ്പം ഞാനിപ്പോൾ എന്തായാലും ലിഫ്റ്റ് വഴിയാണ് കേട്ടോ പോകുന്നത്. നമ്മുടെ വീട് വന്നിട്ട് 2nd ഫ്ലോറിലാണ്. ടാറ്റാ. ഹലോ. അപ്പോൾ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം. അപ്പോൾ നമുക്കിനി വീടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ എന്ന് പറയുന്നത്. ഈ സൈഡിൽ വലിയൊരു സെറ്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ടേബിള്, അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ TV സെറ്റ് ചെയ്തിട്ടുള്ളതും ഇവിടെ തന്നെയാണ്. അതുപോലെ ആ ഒരു സൈഡിൽ കുറച്ച് ഷെൽഫുകളുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ പൂജാ റൂം പോലെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ അതുപോലെ കുറച്ച് ബുക്സ് വെച്ചിട്ടുണ്ട്. അപ്പം അത്രയും കാര്യങ്ങളാണ് ഇവിടെ. അതുപോലെ ഇവിടെയൊക്കെ നിറയെ കബോർഡ്സ് ഉണ്ട്. ഇതൊരു ലിവിങ് ഏരിയയോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ ഡൈനിങ് ടേബിളും വരുന്നത്. അതൊരു പ്രത്യേക തരം ഡൈനിങ് ടേബിളാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു സൈഡ് ചെയേഴ്സും ആ ഒരു സൈഡ് നമ്മുടെ ബെഞ്ചിൻ്റെ രീതിയിലുമാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഡൈനിങ് ടേബിളിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ വാഷ് ബേസിൻ ഉള്ളത്. നല്ല ടൈൽസൊക്കെ വെച്ച് നല്ല ചന്തത്തിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ലിവിങ് ഏരിയയിൽ നിന്നാണ് നമ്മുടെ 3 റൂമുകളും പോകുന്നത്. 3 റൂമുകളാണ് ഈ ഒരു ഫ്ലാറ്റിലുള്ളത്. അപ്പോൾ 3 റൂമുകളും ഈ ഒരു ലിവിങ് ഏരിയയിൽ തന്നെയാണ് പോകുന്നത്. ഇവിടെ ഒരു റൂമാണ്, ഫസ്റ്റ് റൂം ഇതാണ്. ഇവിടെ ഇപ്പോൾ ആരും കിടക്കുന്നില്ല, ജസ്റ്റ് ഓഫീസ് റൂമും അതുപോലെ എൻ്റെ ഷൂട്ടിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഈ റൂമിൽ വെച്ചിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. നമ്മുടെ ആ ഒരു വീടിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു ബാൽക്കണി ഉള്ളത്. ഇതങ്ങനെ ഓപ്പൺ ചെയ്യാറില്ല. ചെറിയൊരു ബാൽക്കണി. ഇത് ഒരു ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല കാറ്റുണ്ടാവും സന്ധ്യ നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ. പിന്നെ എല്ലാ റൂമിലും ഇതേ ടൈപ്പ് കബോർഡ് ഉണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ് തന്നെയാണ് കേട്ടോ. ഇവിടെയൊക്കെ ഇങ്ങനെ എൻ്റെ ഷൂട്ടിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്.
പിന്നെ നമുക്കിനി നമ്മുടെ സെക്കൻഡ് റൂമിലേക്ക് പോവാം. ഇപ്പം ഇതാണ് ഞങ്ങളുടെ റൂം. വിക്കുട്ടൻ ഉറങ്ങുന്നുണ്ട്, സോ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ നമ്മളൊരു ഡ്രസ്സിങ് ടേബിൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ആ ഒരു ഡ്രസ്സിങ് ടേബിൾ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ബാത്റൂം തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സെക്കൻഡ് റൂമിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തേർഡ് റൂമിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബലൂൻ്റെ റൂം. ഇവിടെയും ചെറിയൊരു എല്ലാ റൂമിനും ചെറിയൊരു ബാൽക്കണി ഉണ്ട്, പക്ഷെ അതൊന്നും അങ്ങനെ ഓപ്പൺ ആക്കാറില്ല. അതുപോലെ നമ്മുടെ കബോർഡ് ഇവിടെ ഉണ്ട്. പിന്നെ ബാത്റൂം. ഇനി എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂം ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഏറ്റവും അധികം എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കിച്ചൺ. അപ്പോൾ കിച്ചൻ്റെ ഡോറ് കണ്ട ഗ്ലാസ്സാണ്. പിന്നെ കിച്ചണിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ വരും വീഡിയോസിൽ ചെയ്യാം. ഒരു കിച്ചൺ ടൂർ തന്നെ ആയിട്ട് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ തീം വരുന്നത് വൈറ്റ് ആൻഡ് യെല്ലോ കളറിലാണ് കേട്ടോ അതിൻ്റെ തീം. പിന്നെ ചെറിയൊരു വർക്ക് ഏരിയ പോലെ വരുന്നുണ്ട് ഇവിടെ. അതായത് നമുക്ക് പാത്രം കഴുകാനൊക്കെ ബേസിനുണ്ട്. ഇവിടെയും കിച്ചണിലും നമുക്ക് ബേസിനുണ്ട്. പിന്നെ അതുപോലെ ഇവിടെ ഒരു സെർവൻസ് ബാത്റൂം ഉണ്ട്. മൊത്തത്തിൽ 5 ബാത്റൂമാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ളൊരു സ്പേസാണിത്. വാഷിംഗ് മെഷീൻ വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.